സെലീന, സെലീന ദേ വിളിക്കുന്നു, ചെല്ല്. എന്തായി? രക്ഷപ്പെടാനുള്ള വല്ല വഴിയുണ്ടോ? എനിക്ക് വല്ലാത്തൊരു കുറ്റബോധം തോന്നുന്നു. അവളൊരു പാവം പെണ്ണ, അറിഞ്ഞോണ്ട് അവളെ പറ്റിക്കാൻ മനസ്സ് വരുന്നില്ല. സാബ് എന്താ ഈ പറയണേ? മലയാളത്തിൽ പറയടാ. പാകിസ്ഥാൻ തീവ്രവാദികളുടെ കൂട്ടത്തില് മലയാളിയോ? ഈ ശബ്ദം പരിചയമില്ലല്ലേ? ക്യാപ്റ്റൻ വിജയൻ? നോ, മുഹമ്മദ് അലി യാഹ്യ ഖാൻ. മിസ്സായതിനു ശേഷം ഒരു വിവരമില്ലാതായിപ്പോ ഇവന്മാര് കൊന്നുണ്ടാവുന്ന ഞങ്ങള് വിചാരിച്ചേ. എന്റെ രാജ്യത്തെ സേവിക്കാൻ കുറച്ചു നാളൂടെ ഈശ്വരൻ ആയുസ് നീട്ടി തന്നു. എന്തായാലും സമ്മതിച്ചിരിക്കുന്നു. ഈ ചങ്കൂറ്റത്തെ എത്ര പൂഴ്ത്തിയാലും മതി വരില്ല. എന്നാലും ടെററിസ്റ്റുകളുടെ കൂട്ടത്തിൽ എങ്ങനെ കടന്നുകൂടി? അതൊരു നീണ്ട കഥയാ. ഉറുദു അറിയാമായിരുന്നത് വളരെ ഗുണം ചെയ്തു. ഒരാഴ്ചയായി ഇവരുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുക. ഇന്നാ തരപ്പെട്ടത്. ആ ശരത് സാർ എവിടെ? എനിക്ക് ചില സിവിയർ മാറ്റർ സംസാരിക്കാനുണ്ട്. ജയിൽ കോമ്പൗണ്ടിലുണ്ടാവും. ആ ഞാൻ കണ്ടോളാം, നിങ്ങൾ പോയിക്കോളൂ. വാ പോവാം. അലഞ്ഞു തിരിഞ്ഞ് 3-ാം ദിവസമാണ് ചമനാർകുദ് എന്ന ഗ്രാമത്തിലെത്തിയത്. എഴുതാനോ വായിക്കാനോ അറിയാത്ത ശുദ്ധ പട്ടിക്കാടന്മാരാ മുഴുവനും. പക്ഷേ അവിടെ ഉണ്ടായിരുന്നൊരു മലയാളി കുടുംബം ടെററിസ്റ്റ് ഗ്രൂപ്പിലേക്ക് ആളെ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ചമനാർകുദിൽ നിന്ന് ലാഹോറിലേക്ക് പുറപ്പെടുന്ന ഒരു സംഘത്തിന്റെ കൂടെ ഞാനും കൂടി. മതഭ്രാന്തന്മാർ മുജാഹിദ് വിളിച്ച് ഇന്ത്യക്കെതിരെ അസഭ്യം പറയുമ്പോൾ കീറാനുള്ള കലി വന്നെങ്കിലും എല്ലാം ഉള്ളിലൊതുക്കി ഞാനും അവരിലൊരാളെ നടന്നു. എങ്ങനെയും നിങ്ങളെ കണ്ടെത്തുകയായിരുന്നു എന്റെ ലക്ഷ്യം. കൺഗ്രാറ്റുലേഷൻ ക്യാപ്റ്റൻ വിജയൻ. നിങ്ങളുടെ ഈ ധൈര്യവും ബുദ്ധിയും ഇന്ത്യൻ മിലിറ്ററിക്ക് മാതൃകയാവും. സോറി സർ. ഇറ്റ്സ് ഓക്കെ. വിജയൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവരുടെ കൂട്ടത്തിൽ കയറി കൂടിയ സ്ഥിതിക്ക് പുതിയ മൂവ്മെന്റ് ഉടൻ തന്നെ പ്ലാൻ ചെയ്യണം. അതെ, ജീവൻ കൊടുത്തും ഒരു പുതിയ പോരാട്ടത്തിന് തയ്യാറാവണം. അല്ലെങ്കിൽ നമ്മുടെ നാട് മറ്റൊരു ഹിരോഷിമയാക്കി മാറ്റാൻ ഈ ചെകുത്താമറ മടിക്കില്ല. ഹിരോഷിമയോ? വാട്ട് യു മീൻ? അതെ സർ, ഇവിടുത്തെ ഏതോ അണ്ടർഗ്രൗണ്ടില് ന്യൂക്ലിയർ വെപ്പൺസും ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽസും ഉണ്ട്. തോറ്റോടിക്കൊണ്ടിരിക്കുന്ന യുവമാര് ഏത് നിമിഷവും ഇന്ത്യക്ക് നേരെ അത് പ്രയോഗിക്കാം. Is it true? യെസ് സർ. പാക് മിലിറ്ററിയിലെ തീവ്രവാദി ഗ്രൂപ്പിന്റെ രഹസ്യ തീരുമാനമാണ്. അതിന്റെ ചുക്കാൻ പിടിക്കുന്നത് ജാഫർ ഖാൻ. നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അണ്ടർഗ്രൗണ്ടിലുള്ള ന്യൂക്ലിയർ ആയുധശാല ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അതിന്റെ പാസ്വേഡ് ജാഫർ ഖാന്റെ കയ്യിലാണ്. അയാളുടെ പേഴ്സണൽ റൂമിൽ കയറാൻ മറ്റാർക്കും കഴിയില്ല. 2 കൽപ്പിച്ച് ഞാനിന്ന് രാത്രി ആ റൂമിൽ കയറാൻ ശ്രമിക്കും. പക്ഷേ വിജയിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. അത് വേണ്ട. ആ ദൗത്യം വിജയിപ്പിക്കാൻ മറ്റൊരു മാർഗമുണ്ട്. അതെങ്ങനെ? അതിന് പറ്റിയ ആൾ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ജാഫർ ഖാന്റെ കയ്യിൽ നിന്നും ആ രഹസ്യ രേഖകൾ കിട്ടിയാൽ അതും കൊണ്ട് നമുക്ക് മൂവ് ചെയ്യാൻ കഴിയണം. അതിനുള്ള മാർഗം ഞാൻ ഉണ്ടാക്കാം. നമുക്ക് രാത്രി കാണാം. നിങ്ങളുടെ രണ്ടാളുടെ ഇടയിൽ ദൂതാളായി നിന്ന് എന്റെ മയ്യത്തെടുക്കേണ്ടി വരുന്ന തോന്നണേ. കുച്ച് കാസ് നഹീ. നിന്നെ ഉടനെ ഒന്ന് കാണണോന്ന്. ആർക്കാ? നിന്റെ പുതിയ പ്ലക്ക്. അല്ലാണ്ട് ആർക്കാ? എന്താ കാര്യം? അതൊന്നും പറഞ്ഞില്ല. അത്യാവശ്യമാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇനിയിപ്പോ എന്താണ് ചെയ്യാ? എനിക്കറിയില്ല. നീ വാ, വഴിയുണ്ട്. ഗോപി, follow me. ഗോപി, പറഞ്ഞല്ലോ ഓർമ്മയുണ്ടല്ലോ. ഈ കുറുക്കനല്ലെന്ന് ജയിലിൽ വന്ന് ഗോപി സാബനെ വിളിച്ചുകൊണ്ടുപോയത്.
കൈക്കൂലി പണത്തിന്റെ രുചി പിടിച്ചുപോയി. എപ്പോഴാണ് അവ വെടിയുണ്ട പള്ളയെ കയറി പണ്ടം പുറത്തു ചാടുന്നത്? അതെ, സത്യമാണ്. യുദ്ധത്തിൽ തോറ്റുകൊടുന്ന എന്റെ നാണക്കേട് തീർക്കാൻ സറീനയുടെ ഡാഡിയും കൂട്ടരും കണ്ടുപിടിച്ച മാർഗമാണിത്. പക്ഷേ ആയുധ പന്തയത്തിലോ ആൾക്കരത്തിലോ ഇന്ത്യയുടെ 4 അയലത്തെത്താൻ പാകിസ്ഥാൻ ഒരിക്കലും കഴിയില്ല. ഇന്ത്യക്കെതിരെ ഒരു ആണവായുധം ഉപയോഗിച്ചാൽ പകരം 10 ഉപയോഗിക്കാൻ ഇന്ത്യക്ക് കഴിയും. അപ്പോൾ ചത്തൊടുങ്ങുന്ന ലക്ഷക്കണക്കിന് പാവപ്പെട്ട പാകിസ്ഥാൻ പൗരന്മാരെ കുറിച്ച് നിന്റെ ഡാഡിയും കൂട്ടരും ചിന്തിക്കുന്നുണ്ടോ? അതിന് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും ഗോപി? സറീനയ്ക്കാവുന്ന ചെയ്യാൻ കഴിയണം. അല്ലെങ്കിൽ നാളെ പുലരുന്നതിന് മുമ്പ് ലോകം കണ്ടതിലേക്ക് ഏറ്റവും വലിയ ദുരന്തം സംഭവിച്ചേക്കാം. സറീനെ പോലെ ഒരു കൊച്ചു പെൺകുട്ടിക്ക് ഇതുപോലൊരു ദുരന്തം ഒഴിവാക്കാൻ കഴിയുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ? ഇത്രയും വലിയൊരു മഹാപാതകം ചെയ്യുന്നതിൽ നിന്ന് തന്റെ ഡാഡിയെ തടയുന്നത് ഒരു പുണ്യമല്ലേ? എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഇക്കാര്യത്തിൽ സറീന എന്നെ സഹായിക്കണം. ഞാൻ എന്താ ചെയ്യേണ്ടത്? മുജാഹിദുകളുടെ നേതാക്കളുടെ കൂട്ടത്തിൽ യാഹ്യ ഖാൻ എന്ന പേരുള്ള ഞങ്ങളുടെ ഒരു സുഹൃത്തുണ്ട്. സറീനെ അയാൾ വന്ന് കാണും. ഡാഡി വരുന്നതിന് മുമ്പ് ആരും കാണാതെ അയാൾക്ക് ഡാഡിയുടെ പേഴ്സണൽ റൂം തുറന്നു കൊടുക്കണം. ലോക നന്മയ്ക്ക് വേണ്ടി നമ്മളിത് ചെയ്യുന്നു കരുതിയാൽ മതി. ആ ആണവായുധം ഡിഫ്യൂസ് ചെയ്യാനുള്ള ഫ്ലോപ്പി എടുത്തേ പറ്റൂ. പകരം ഞാൻ എന്റെ ജീവൻ വേണേ സറീനയ്ക്ക് തരാം. എന്നെ സഹായിക്കില്ലേ? ഗോപി, ഇറ്റ്സ് ആൻ എക്സലന്റ് വർക്ക്. വിലമതിക്കാനാവാത്ത ഡീറ്റെയിൽസ് ആണ് നമ്മളിപ്പോൾ നേടിയെടുത്തിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സർ. സത്യത്തിൽ ഇതിന് നന്ദി പറയേണ്ടത് സെറീനയോടാണ്. തീർച്ചയായും ഇവന്മാരുടെ കണ്ണ് വെട്ടിച്ച് ഇതൊക്കെ നടത്താൻ പറ്റൂ സാർ? പറ്റും. ഇത്രയും നേടിയില്ലേ? ഇവന്മാരുടെ 100 പേര് ഒരുമിച്ച് ചിന്തിച്ചാലും ഒരു ഇന്ത്യൻ ജവാന്റെ ബുദ്ധിയുടെ അടുത്തെത്താൻ പറ്റില്ല. 100 പാക്കിന് ഒരു ഇന്ത്യൻ. ആരോ വരുന്നുണ്ട്. വിജയനായിരിക്കും. हेलो तुम भी लो। आज का दिन बहुत खुशी का दिन है। क्या बात है? नहीं मालूम? हमारा आदमी इंडिया में तबाही मचा दिया। खुशी से खाओ, खुशी से खाओ। ओ सॉरी, आप ही खाओ। വേണ്ടതല്ല ഇതിലുണ്ട്. വേഗം റെഡിയാണ്. फिक्र मत करो, आज रात 12 बजे हमारा बैलिस्टिक मिसाइल एटम बम को लेकर उड़ जाएगा, हिंदुस्तान को तबाह कर देगा।